ഗായ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ മലയാറ്റൂർ യാത്രാ വിശേഷങ്ങളെ കുറിച്ചുള്ളതാണ്. നോമ്പ് കാലത്ത് ഒരുപാട് ഭക്തജനങ്ങൾ മരക്കുരിശും കൈകളിലേക്ക് നടന്നു കയറുന്ന കേരളത്തിലെ ഒരു ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ മല. ദുഃഖ വെള്ളിയാഴ്ചകളിൽ കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് തീർത്ഥാടകർ ഇവിടെ മല കയറുന്നത് കാണാൻ പറ്റും. ബസ്സിന് വരുന്നവർക്ക് കാലടിയിൽ നിന്നും അങ്കമാലിയിൽ നിന്നും മലയാറ്റൂർ അടിവാരം വരെ ബസ് സർവീസുകളുണ്ട്. മല കയറുമ്പോൾ ഓരോ സ്ഥലം ഇടവിട്ടും യേശുവിന്റെ പീഡാനുഭവ യാത്രയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന 14 സ്ഥലങ്ങളും കാണാൻ പറ്റും. മല കയറുമ്പോൾ പൊന്നിൻ കുരിശ് മുത്തപ്പ, പൊന്മല കയറ്റം എന്ന നാവിൽ ഉരുവിട്ടുകൊണ്ടാണ് ഭക്തജനങ്ങൾ മല കയറുന്നത്. അടിവാരത്തിൽ നിന്നും 1 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂറിനുള്ളിൽ നമുക്ക് മലമുകളിൽ എത്താം. 14 സ്ഥലങ്ങളും കഴിഞ്ഞ് മുകളിലെത്തുമ്പോൾ മാർ തോമാസ് ലീഹയുടെ മണ്ഡപം കാണാൻ പറ്റും. അരിയും കുരുമുളകും നേർച്ചയായിരുന്നത് ഇവിടെയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ആന കുത്തിയ പള്ളിയും ഇവിടെ കാണാൻ കഴിയും. ആന കുത്തിയ പാടുകളും മറ്റും പള്ളി ഭിത്തിയിൽ ഇപ്പോഴും ഉണ്ട്. ആനകുത്ത പള്ളിയുടെ അടുത്ത് തന്നെ അത്ഭുത ഉറവയും കാണാൻ പറ്റും. ഇവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തിയാൽ അത്ഭുത ഉറവയുടെ അടുത്തെത്താം. ഈ ഉറവയിൽ വെള്ളം കുടിച്ചാൽ രോഗശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസമൊക്കെ. ഈ നീരുറവയുടെ അടുത്ത് തന്നെയാണ് മലയാറ്റൂർ മലയുടെ ഹൈലൈറ്റ് ആയ പൊന്നിൻ കുരിശുള്ളത്. തോമാസ് ലീഹ പാറപ്പുറത്ത് വരച്ച കുരിശിന്റെ അവിടെ തന്നെയാണ് പൊന്നിൻ കുരിശ് പണിതത്. മലയാറ്റൂർ മലയിലെ മറ്റൊരു അട്രാക്ഷൻ പാറയിൽ തോമാസ് ലീഹയുടെ പദമുദ്ര പതിഞ്ഞ പുണ്യ സ്ഥലമാണിത്. ഇപ്പോൾ ഇത് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് സംരക്ഷണം നൽകിയിട്ടുണ്ട്. അതുപോലെ നല്ല കിടിലൻ വ്യൂ പോയിന്റ് ആണ് ഇവിടെ മറ്റൊരു പ്രത്യേകത. ഞങ്ങൾ മല കയറിയത് രാവിലെ ആയതിനാൽ തന്നെ നല്ല കോടമഞ്ഞും തണുത്ത നേരിയ കാറ്റും ഈ സ്ഥലത്തെ ഒന്നും കൂടി മനോഹരമാക്കിയിരുന്നു. മല കയറി വരുന്ന ഭക്തജനങ്ങൾക്ക് മടുപ്പകറ്റാൻ നല്ലൊരു വിശ്രമ സ്ഥലം തന്നെയാണ് ഇവിടെ. മുകളിലേക്ക് കയറാൻ 1 മണിക്കൂർ എടുത്തിട്ടുണ്ടെങ്കിലും തിരിച്ചു വരുമ്പോൾ 1/2 മണിക്കൂറിനുള്ളിൽ തന്നെ പൂർത്തിയായി. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യണം കേട്ടോ.